ഇന്ന് നമ്മളൊരു പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ ഏഴാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ജെനറ്റിക് മെറ്റീരിയലിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ച് ഇന്ന് കാണുന്ന എർത്തിൽ കാണുന്ന എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടായത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണാൻ പോകുന്നത്. ഇതിന് 3 ചാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, നെക്സ്റ്റ് വൺ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എവല്യൂഷൻ. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ആ യൂണിറ്റിന്റെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും നമ്മൾ ഈ 3 ചാപ്റ്ററിലായിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം മെൻഡലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടി, ഗ്രിഗർ മെൻഡൽ എന്ന സയന്റിസ്റ്റും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടി ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ, പേരൻസിൽ നിന്ന് ക്യാരക്ടർ ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് പാരമ്പര്യം. എങ്ങനെയാണ് പാരമ്പര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓസ്പ്രിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് അതിൻ്റെ പേരൻസിനെ പോലെ ഇരിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ, പാരമ്പര്യത്തിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് പകർന്ന് കിട്ടുന്നത് എന്നാണ് ഈ മെൻഡലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി തന്നത് കേട്ടോ. അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു ഫാക്ടർ ഉണ്ട്, അതാണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ദ ഫാക്ടർ വിച്ച് ഡിറ്റർമൈൻ ദ ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെയാണ്, അതായത് നമ്മുടെ എക്സ്പ്രസ് ചെയ്ത് കാണുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അത് ആ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്ത് കാണുന്ന ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നൊരു ഫാക്ടറാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ആ നേച്ചർ ഓഫ് ദ ഫാക്ടർ, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ ഫാക്ടർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയാത്തത്. പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പിന്നീട് ഈ ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ജനറ്റിക് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്താ പറയുക, ഈ ഫാക്ടർ ജനറ്റിക് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതായത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന, അതായത് പാരമ്പര്യം എന്ന് പറയുന്ന ജനറ്റിക് ബേസിസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഫാക്ടർ എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ ഇത് ദ സ്ട്രക്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ദ സ്ട്രക്ചറൽ ബേസിസ് ഓഫ് ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് കൺവേർഷൻ, അതിൻ്റെ ആ ജനറ്റിക് മെറ്റീരിയലിന്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ അതിൻ്റെ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് കൺവേർഷൻ. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ, ജനറ്റിക് കോമ്പോസിഷൻ, ആ ജനറ്റിക് കോമ്പോസിഷനും എങ്ങനെ അതൊരു ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒക്കെയായി നെക്സ്റ്റ് സെഞ്ചുറിയിലെ സ്റ്റഡി. അപ്പോൾ മെൻഡൽ ഉണ്ടാക്കി കൊടുത്ത ഒരു ഐഡിയ ആണ്, മെൻഡലും അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സും ഫോളോവേഴ്സും കൂടി ഉണ്ടാക്കി കൊടുത്ത ഒരു ഐഡിയ ആണ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഒരു എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് അവർ കണ്ടുപിടിച്ച ഫാക്ടറാണ്. ആ ഫാക്ടർ പിന്നീട് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിച്ചു. അതോടെ ജനറ്റിക് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കാനും ആ ജനറ്റിക് മെറ്റീരിയലിന്റെ സ്ട്രക്ചർ എന്താണെന്നറിയാനും അതേപോലെ തന്നെ ആ ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയാണ് ഒരു ജീനോടൈപ്പ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഒരു മോർഫോളജിക്കൽ ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നും അറിയാനുള്ള ഒരു സ്റ്റഡിയായി നെക്സ്റ്റ് സെഞ്ചുറിയിൽ കേട്ടോ. അപ്പോൾ ഈ മോളിക്കുലാർ ബയോളജിയിൽ എന്താ പറയുക, കുറേ സയൻറ്റിസ്റ്റ് കൂടിയിട്ട് ഈ എൻറ്റയർ ബോഡി ഓഫ് മോളിക്കുലാർ ബയോളജിയിൽ കുറേ സയൻറ്റിസ്റ്റ് കൂടിയിട്ട് ഒരുപാട് ഇൻവെൻഷൻസ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കുറേ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സൺ ക്രിക്ക്. വാട്സണും ക്രിക്കും കൂടി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്കറിയാം, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് വാട്സണും ക്രിക്കും കൂടിയിട്ടാണ്. ഇനി മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1961 3 ലെറ്റർ ജനറ്റിക് കോഡ് ഐഡന്റിഫൈ ചെയ്തു. അതായത് ഓരോ അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജനറ്റിക് കോഡോൺ കണ്ടുപിടിച്ചത് ഈ നിരൻബർഗിന് നല്ലൊരു റോളുണ്ട്. അതേപോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, കൊറോണയല്ല
ഓക്കെ, ഖൊറാന എന്ന് പറഞ്ഞു. അത് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ജനറ്റിക് കോഡ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇൻ പ്രോട്ടീൻ സിന്തസിസ്. എങ്ങനെയാണ് ആ ജനറ്റിക് കോഡ് പ്രോട്ടീൻ സിന്തസിസിൽ സഹായിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത് ഖൊറാനയാണ് കേട്ടോ. അതുപോലെ കോൺബർഗും സെവീറോ ഒക്കാവ എന്ന് പറയുന്ന സയന്റിസ്റ്റും കൂടിയിട്ടാണ് DNA എങ്ങനെ സിന്തസൈസ് ചെയ്യാം, DNA മെക്കാനിസം ഓഫ് സിന്തസൈസിങ് ദ DNA കണ്ടുപിടിച്ചത് കോൺബർഗ് ആൻഡ് സെവീറോ ഒക്കാവ എന്ന് പറയുന്ന സെവീറോ ഒക്കാവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സെവീറോ ഒക്കോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അത് കണ്ടുപിടിച്ചപ്പോണ്ടല്ലോ, ഒക്കോവ എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, അതാണ് പെട്ടെന്ന് എൻ്റെ വായിൽ അങ്ങനെ വന്നു പോയത് കേട്ടോ. അപ്പോൾ ഖൊറാന എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത് ജനറ്റിക് കോഡ് ഇന്റർപ്രിറ്റ് ചെയ്യും, അത് എങ്ങനെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. കോൺബർഗും അതുപോലെ തന്നെ സെവീറോ ഒക്കോവ എന്ന് പറയുന്ന സയന്റിസ്റ്റും കൂടിയിട്ടാണ് DNA സിന്തസിസിന്റെ മെക്കാനിസം കണ്ടുപിടിച്ചത്. ഇതിനകത്ത് കോൺബർഗ് ഇവർ രണ്ടുപേരും ഫാദറും സണ്ണുമാണ് കേട്ടോ. ഇനി ബെൻസർ എന്താ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ദ ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് വൈറൽ ജീനോം. അതേപോലെ തന്നെ അദ്ദേഹം സിസ്ട്രോൺ എന്ന ഒരു പേര് കോയിൻ ചെയ്തു. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പോളിപെപ്റ്റൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനിനെയാണ് സിസ്ട്രോൺ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ബെൻസർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വൈറൽ ജീനിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഈ സിസ്ട്രോൺ എന്ന ടേം കോയിൻ ചെയ്തതും ഈ പറയുന്ന ബെൻസർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഇനി മൊണോഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ലാക്കോപ്രോൺ കണ്ടുപിടിച്ചതാണ്. മൊണോഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലാക്കോപ്രോൺ കണ്ടുപിടിച്ചത്. ഇനി ബ്രെന്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം സീനോറാബിഡിറ്റിസ് എലിജൻസ് എന്ന് പറയുന്ന ഒരു നെമാറ്റോഡ് വേമിനെ മോഡലാക്കി വെച്ചുകൊണ്ട് ഹ്യൂമൻ ഡിസീസിൽ റിസർച്ച് ചെയ്തു. അതായത് ഒരു വേമാണ് സീനോറാബിഡിറ്റിസ് എലിജൻസ് എന്ന് പറയുന്ന ഒരു നെമാറ്റോഡ് വേമാണ്. അതിനെ മോഡലാക്കി വെച്ചുകൊണ്ട് ഹ്യൂമൻ ഡിസീസസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ് ചെയ്തത് ബ്രെന്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ സയന്റിസ്റ്റ് ഈ മോളിക്കുലാർ ബയോളജിയിൽ എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എവല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു പാരലലി മെക്കാനിസം ഓഫ് എവല്യൂഷൻ എന്ന ഒരു പ്രോസസ്സ് അതിനെയും കൂടെ ടാക്കിൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഈ മോളിക്കുലാർ ജനറ്റിക്സിലുള്ള അവയർനെസ്സും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ബയോളജിയും ബയോ ഇൻഫർമാറ്റിക്സും ഒക്കെ കൂടിയിട്ട് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് എവല്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഒരു അച്ചീവ്മെന്റ്. ഇതിനകത്ത് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് DNA സ്ട്രക്ചറും ഫംഗ്ഷനും, അതുപോലെ തന്നെ സ്റ്റോറി ആൻഡ് തിയറി ഓഫ് എവല്യൂഷൻ, എങ്ങനെയാണ് എവല്യൂഷൻ നടന്നത് എന്നുള്ളതിന്റെ സ്റ്റോറിയും അതിന്റെ തിയറിയും ഒക്കെ എക്സാമിൻ ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഒരു യൂണിറ്റിൽ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം. then we will see the next page. The work of Mendel and others who followed him gave us an idea of inheritance patterns. However, the nature of those factors which determine the phenotype was not very clear. As these factors represent the genetic basis of inheritance, understanding the structure of genetic material and the structural basis of genotype and phenotype conversion became the focus of attention in biology for the next century. The entire body of molecular biology was a consequent development with major contributions from Watson, Crick, Nirenberg, Kornberg, father and son, Benzer, Monod, Brenner, etc. A parallel problem being tackled was the mechanism of evolution. Awareness in the area of molecular genetics, structural biology and bioinformatics have enriched our understanding of the molecular basis of evolution. In this unit, the structure and function of DNA and the story and theory of evolution have been examined and explained. ജെയിംസ് ഡേവി വാട്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചിക്കാഗോയിൽ 6 ഏപ്രിൽ 1928 ജനിച്ച സയന്റിസ്റ്റാണ്. അദ്ദേഹം 1947 BSc ഡിഗ്രി സുവോളജിയിൽ അദ്ദേഹം BSc ഡിഗ്രി കരസ്ഥമാക്കി.
ജെയിംസ് ഡേവ്യൂ വാട്സൺ അദ്ദേഹം ജനിച്ചത് ചിക്കാഗോയിലാണ്. 6 ഏപ്രിൽ 1928 അദ്ദേഹം ജനിച്ചത്. 1947 അദ്ദേഹത്തിന്റെ BSc ഡിഗ്രി സുവോളജിയിൽ അച്ചീവ് ചെയ്തു. അദ്ദേഹം ഈ ഇയേഴ്സിൽ അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് തോന്നിയൊരു കാര്യമാണ് ബേർഡ് വാച്ചിങ്. ഈ ബേർഡ് വാച്ചിങ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ് ജനറ്റിക്സ് പഠിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സീരിയസ് ഡിസയർ ആയിട്ട് മാറി. അദ്ദേഹത്തിന്റെ ഒരു വലിയ തീരുമാനം തന്നെയായിരുന്നു ജനറ്റിക്സ് പഠിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ ജനറ്റിക്സ് പഠിക്കാനുള്ള ഒരു പോസിബിലിറ്റി അദ്ദേഹത്തിന് കിട്ടിയത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഫെലോഷിപ്പ് അദ്ദേഹം റിസീവ് ചെയ്തു ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഇൻ സുവോളജി അറ്റ് ഇന്ത്യാന യൂണിവേഴ്സിറ്റി ബ്ലൂമിംഗ്ടണിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പ് കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജനറ്റിക്സ് എന്ന മോഹം അദ്ദേഹത്തിന് സഫലീകരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അവിടെ പഠിച്ചിട്ടാണ് അദ്ദേഹത്തിന് PhD റിസീവ് ചെയ്തത്. അദ്ദേഹം PhD കഴിഞ്ഞിറങ്ങിയത് 1950 കേട്ടോ. അപ്പോൾ അദ്ദേഹം സ്റ്റഡി ചെയ്തത് ഹാർഡ് എക്സ്റേസ് ഓൺ ബാക്ടീരിയോഫേജ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഈ എക്സ്റേസ് ബാക്ടീരിയോഫേജിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, സ്റ്റഡി ഓഫ് ദ എഫക്റ്റ് ഓഫ് ഹാർഡ് എക്സ്റേസ് ഓൺ ബാക്ടീരിയോഫേജ് മൾട്ടിപ്ലിക്കേഷൻ, അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റഡി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മീറ്റ് ചെയ്ത ഒരു സയന്റിസ്റ്റാണ് ക്രിക്ക്. ഇത് ഇവർ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്തപ്പോൾ അവരുടെ രണ്ടുപേരെയും കൂടി ഒരു കോമൺ ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു DNA സ്ട്രക്ചർ സോൾവ് ചെയ്യുക എന്നുള്ളത്. അവരുടെ ഫസ്റ്റ് സീരിയസ് എഫേർട്ട് പക്ഷേ അൺസാറ്റിസ്ഫാക്ടറി ആയിപ്പോയി, അവർക്ക് തൃപ്തികരമായിരുന്നില്ല ഫസ്റ്റ് എഫേർട്ട്. സെക്കൻഡ് എഫേർട്ട് അത് സെക്കൻഡ് എഫേർട്ട് ഇറ്റ് വാസ് ബേസ്ഡ് അപ്പോൺ മോർ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്. അതായത് അവർ എക്സ്പെരിമെൻ്റ് ചെയ്തതിൻ്റെ തെളിവിൻ്റെ ബേസിലായിരുന്നു സെക്കൻഡ് എഫേർട്ട് അവരെടുത്തത്. അത് ന്യൂക്ലിക് ആസിഡ് ലിറ്ററേച്ചറിൽ ഒരു വലിയ അപ്രീസിയേഷൻ തന്നെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അത് മാർച്ച് 1953 കോംപ്ലിമെൻ്ററി ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കോൺഫിഗറേഷൻ DNA അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ക്രിക്ക് വാട്സണും കൂടിയിട്ടാണ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തത് കേട്ടോ. DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്ത അവരൊരു കോമൺ ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു ആ DNA സ്ട്രക്ചർ സോൾവ് ചെയ്യുക എന്നുള്ളത്. ആദ്യത്തെ എഫേർട്ട് ഫ്ലോപ്പായി പോയെങ്കിലും സെക്കൻഡ് എഫേർട്ടിൽ അവരവരുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ എക്സ്പെരിമെൻറ്റിൻ്റെ വെളിച്ചത്തിലാണ് അവർ വീണ്ടും ഈ പറയുന്ന എലൂസിഡേഷൻ ഓഫ് ജനറ്റിക് കോഡ് അല്ലെങ്കിൽ എലൂസിഡേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചർ ചെയ്യുകയും അവർ 1953 മാർച്ചിൽ അവർക്ക് കോംപ്ലിമെൻ്ററി ഡബിൾ ഹെലിക്കൽ കോൺഫിഗറേഷൻ പ്രപ്പോസ് ചെയ്യാൻ കഴിയുകയും ചെയ്തു. ഈ ഫ്രാൻസിസ് ഹാരി കോംപ്ടൺ ക്രിക്ക്, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ. ക്രിക്കിൻ്റെ മുഴുവൻ പേര് ഫ്രാൻസിസ് ഹാരി കോംപ്ടൺ ക്രിക്ക്. അദ്ദേഹം ജനിച്ചത് 8 ജൂൺ 1916 കേട്ടോ. അതായത് ഇദ്ദേഹത്തേക്കൊക്കെ വളരെ എൽഡറാണ്. 1928 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം 1916 അതായത് നോർത്തംപ്ടൺ ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഫിസിക്സ് യൂണിവേഴ്സിറ്റി കോളേജിൽ സ്റ്റഡി ചെയ്യുകയും BSc 1937 അച്ചീവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം PhD കംപ്ലീറ്റ് ചെയ്ത് 1954 അദ്ദേഹത്തിൻ്റെ തിസീസിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ്. പോളിപെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻ, പോളിപെപ്റ്റൈഡിൻ്റെയും പ്രോട്ടീൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയാണ് അദ്ദേഹം ചെയ്തത്. ഇനി ഒരു ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസ് ക്രിക്കിൻ്റെ കരിയറിലെ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസ് തന്നെയായിരുന്നു ഈ JD വാട്സണുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കൂടിയപ്പോഴാണ്, അതായത് വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന വാട്സൺ, അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുകൂടിയപ്പോഴാണ് ഒരു 1953 ഇങ്ങനൊരു പ്രപ്പോസൽ കൊണ്ടുവരാൻ, അതായത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ കൊണ്ടുവരാനും അതുപോലെ റിപ്ലിക്കേഷൻ സ്കീമൊക്കെ പ്രപ്പോസ് ചെയ്യാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചത്. അതുപോലെ ക്രിക്ക് റിസീവ് ചെയ്ത് 1959 അദ്ദേഹം ഫെലോ ഓഫ് ദ റോയൽ സൊസൈറ്റി റിസീവ് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. ക്രിക്ക് വാസ് മെയ്ഡ് ആൻഡ് ഫെലോ ഓഫ് റോയൽ സൊസൈറ്റി ഇൻ 1959. അതേപോലെ തന്നെ ഇവർക്ക് രണ്ടുപേരും കൂടി ഓണേർഡ്, ദേ ബോത്ത് ഓണേർഡ് സം അവാർഡ്സ് ലൈക്ക് വാട്സൺ വിത്ത് ക്രിക്ക് include John Collins Warren's Prize of the Massachusetts General Hospital. അതുപോലെ 1959 ലാസ്കർ അവാർഡ് കിട്ടി. 1960 ദ ലാസ്കർ അവാർഡ് ഇൻ 1960. 1959 അവർക്ക് കിട്ടിയത് ജോൺ കോളിൻസ് വാറൻ പ്രൈസ് ഓഫ് ദ മൊസാക്യൂസെറ്റ്സ്, നിങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിച്ചോ കേട്ടോ, ജനറൽ ഹോസ്പിറ്റൽ കേട്ടോ. അതുപോലെ 1960 ലാസ്കർ അവാർഡ് കിട്ടി. അതേപോലെ റിസർച്ച് കോർപ്പറേഷൻ പ്രൈസ് 1962 കിട്ടി. അതിലെല്ലാം പുറമെയായിട്ട് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് 1962
ഇവർക്ക്. അപ്പോൾ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും ഭാഗം ഒന്ന് വായിക്കാം നമുക്ക്. ജെയിംസ് ഡേവ്യൂ വാട്സൺ വാസ് ബോൺ ഇൻ ചിക്കാഗോ ഓൺ 6 April 1928. In 1947, he received BSc degree in zoology. During these years, his interest in bird watching had matured into a serious desire to learn genetics. This became possible when he received a fellowship for graduate study in zoology at Indiana University, Bloomington, where he received his PhD degree in 1950 on a study of the effect of hard X-rays on bacteriophage multiplication. He met Crick and discovered their common interest in solving the DNA structure. Their first serious effort was unsatisfactory. Their second effort, based upon more experimental evidences and better appreciation of the nucleic acid literature, resulted early in March 1953 in the proposal of the complementary double helical configuration. Francis Harry Compton Crick was born on 8th June 1916 at Northampton, England. He studied physics at University College London and obtained a BSc in 1937. He completed PhD in 1954 on a thesis entitled X-ray diffraction, polypeptides and proteins. A critical influence in Crick's career was his friendship with J.D. Watson, then a young man of 23, leading in Watson ആണോ young man of 23 എന്ന് പറയുന്ന leading in 1953 to the proposal of the double helical structure for DNA and the replication scheme. Crick was made an FRS എന്ന് പറഞ്ഞ Fellow of the Royal Society in 1959. The honor to Watson with Crick include the John Collins Warren Prize of the Massachusetts General Hospital in 1959, the Lasker Award in 1960, the Research Corporation Prize in 1962, and above all, the Nobel Prize in 1962. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 5, അതായത് ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ, എങ്ങനെയാണ് ഒരു ജീൻ പാസ് ചെയ്യുന്നത്, അതായത് ഒരു ജീൻ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്, സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്, മ്യൂട്ടേഷൻ എങ്ങനെ നടക്കും, ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം എന്താണ് ഈ പറയുന്ന ഇൻഹെറിറ്റൻസ്, എന്താണ് വേരിയേഷൻ, ഇതൊക്കെയാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഒരു എലഫൻ്റ് എപ്പോഴും അതിന് കുഞ്ഞിന് ബർത്ത് കൊടുക്കുന്നത് ബേബി എലഫൻറ്റിന് തന്നെയാണ് ബർത്ത് കൊടുക്കുന്നത്, അല്ലാണ്ട് വേറൊരു ആനിമലിനും ബർത്ത് കൊടുക്കുന്നില്ല അല്ലേ. അതേപോലെ ഒരു മാംഗോ സീഡിൽ നിന്ന് എപ്പോഴും മാംഗോ പ്ലാന്റേ ഉണ്ടാവാറുള്ളൂ, വേറൊരു പ്ലാന്റും ഉണ്ടാവാറില്ല. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പേരൻസിനെ പോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളിരിക്കാൻ കാരണം എന്തായിരിക്കും? ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെ പേരൻസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. ചിലപ്പോൾ സിബ്ലിങ്സ്, അതായത് സഹോദരങ്ങൾ തമ്മിൽ വളരെ സാമ്യം ഉള്ള സഹോദരങ്ങളെയും കാണാം, അതേസമയം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിബ്ലിങ്സും ഉണ്ടാവാറുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഈ ഒരുപാട് പേരൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതും ആ പാസ് ചെയ്യുന്ന സമയത്ത് കുറേ വേരിയേഷൻസ് കാണിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ഇതുപോലത്തെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സയൻറ്റിഫിക്കലി ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നുണ്ട്, അതായത് ബ്രാഞ്ച് ഓഫ് ബയോളജി ജെനറ്റിക്സിൽ. അപ്പോൾ ജെനറ്റിക്സ് എന്ന ആ ഒരു ബ്രാഞ്ച് ബയോളജിയിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് ഈ 3 ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഈ ജെനറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ ആണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഹെറിറ്റൻസ്, അതായത് പാരമ്പര്യം, അതേപോലെ വേരിയേഷൻ, പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്കുള്ള വേരിയേഷൻ അല്ലെങ്കിൽ പേരൻസും ഓസ്പ്രിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് പേരൻസിൽ നിന്ന് പ്രോജനിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് പരമ്പരാഗതമായി അല്ലെങ്കിൽ പാരമ്പര്യമായി ഒരു ക്യാരക്ടർ അത് പേരൻറ്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് ഹെറിഡിറ്റിയുടെ ബേസിസ് ആണ് കേട്ടോ, അതായത് പാരമ്പര്യത്തിൻ്റെ ബേസാണ് ഈ പറയുന്ന ഹെറിഡിറ്റി എന്ന് പറയുന്നതാണ് പാരമ്പര്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്, അതായത് പാസിംഗ് ദ ക്യാരക്ടർ ഫ്രം പേരൻസ് ടു ഓസ്പ്രിങ്.
വേരിയേഷൻ എന്ന് പറയുന്നത് പ്രോജനി അതിൻ്റെ പേരൻസിൽ നിന്ന് കാണിക്കുന്ന ഡിഫറൻസിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് ഇത്രയൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഹാവ് യു എവർ വണ്ടേർഡ് വൈ എൻ എലഫൻറ്റ് ഓൾവേസ് ഗിവ്സ് ബർത്ത് ഓൺലി ടു എ ബേബി എലഫൻറ്റ് ആൻഡ് നോട്ട് സം അതർ ആനിമൽ, ഓർ വൈ എ മാംഗോ സീഡ് ഫോംസ് ഓൺലി എ മാംഗോ പ്ലാന്റ് ആൻഡ് നോട്ട് എനി അതർ പ്ലാന്റ്, given that they do, are the offspring identical to their parents, or do they show differences in some of their characteristics? Have you ever wondered why siblings sometimes look so similar to each other, or sometimes even so different? These and several related questions are dealt with scientifically in a branch of biology known as genetics. This subject deals with the inheritance as well as the variation of characters from parents to offspring. Inheritance is the process by which characters are passed on from parents to progeny. It is the basis of heredity. പാരമ്പര്യത്തിൻ്റെ basis എന്ന് പറയുന്നത് തന്നെ ഇൻഹെറിറ്റൻസ് ആണ്. വേരിയേഷൻ ഈസ് ദ ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫർ ഫ്രം ദെയർ പാരൻസ്. വേരിയേഷൻ എന്ന ആ ഒരു പ്രോസസ്സ് അത് പാരൻസിൽ നിന്ന് പ്രോജനി എത്രമാത്രം ഡിഫറൻസ് കാണിക്കുന്നു എന്നുള്ളതാണ് വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹ്യൂമൻസ് ന്യൂ ഫ്രം ഏർലി, ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 8000 to 1000 BC അതിനു മുമ്പ് തന്നെ ഹ്യൂമൻ ബീങ്സിന് അറിയാമായിരുന്നു വേരിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഫിനോമിന ഇറ്റ് ഈസ് ഹിഡൻ ഇൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തോ ആണ് ഈ വേരിയേഷന് കാരണം, അതായത് പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസിന് കാരണം. അത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഈ വേരിയേഷൻ അവർ നാച്ചുറലി വൈൽഡ് പോപ്പുലേഷൻ ഓഫ് പ്ലാന്റ്സിൽ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് വേരിയേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നാച്ചുറലി പ്രസൻറ്റ് ഇൻ ദ വൈൽഡ് പോപ്പുലേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു സെലക്റ്റീവ്ലി ബ്രീഡ്. അതായത് ഇപ്പോൾ ഒരു സെലക്ട് ചെയ്ത പേരൻസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് ആ രണ്ട് പേരൻസിനേക്കാൾ വേരിയേഷൻ കാണിക്കുന്ന രണ്ട് പേരൻസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുകയും ആ ഡിസറബിൾ ക്യാരക്ടേഴ്സിനെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഫ്രം ആൻസെസ്ട്രൽ വൈൽഡ് കൗ. അതായത് ഒരു എന്താ പറയുക, വൈൽഡ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയും ഡൊമസ്റ്റിക്കേഷൻ വഴിയും ആൻസിസ്ട്രൽ വൈൽഡ് കൗവിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഇന്ത്യൻ ബ്രീഡായിട്ടുള്ള സഹിവാൾ കൗ പഞ്ചാബിൽ ഉണ്ടാക്കിയെടുത്തത്. അതൊക്കെ എന്താ പറയുക, ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ വേരിയേഷൻ എന്ന പ്രോസസ്സ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ട് എന്നുള്ള ആ ഒരു സംഗതി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെറൈറ്റി കൗവാണ് സഹിവാൾ കൗ ഇൻ പഞ്ചാബ്. അതേപോലെ തന്നെ നമ്മൾ ഈ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ദേ ഹാവ് ഇൻഡ്യൂസ്ഡ് ദിസ് വേരിയേഷൻ ബൈ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി അവർ വേരിയേഷനൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് വളരെ കുറഞ്ഞ ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സയൻറ്റിഫിക് ബേസിസ് ഓഫ് ദിസ് ഫിനോമിന. എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ ഉണ്ടാകുന്നത് എന്നുള്ള അതിനെക്കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് ബേസിസ് ഒന്നും അവർക്ക് അത്ര നല്ല ക്ലിയർ ആയിട്ട് അറിയുമായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു. Human knew from as early as 8000 to 1000 BC that one of the cause of variation was hidden in sexual reproduction. They exploited the variations that were naturally present in the wild population of plants and animals to selectively breed and select for organisms that possess desirable characters. For example, through artificial selection and domestication from ancestral wild cows, we have well-known Indian breed, example Sahiwal cows in Punjab. We must, however, recognize that though our ancestors knew about the inheritance of characters and variation, they had very little idea about the scientific basis of these phenomena. കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഭാഗമാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് സെഷനിൽ പറയുന്നുള്ളൂ. നമുക്ക് സെക്കൻഡ് സെഷനിൽ പഠിക്കാം മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെഷൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് ശരിക്കുമുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.